ഹലോ നമസ്കാരം. രാധാ സോമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥയൊന്ന് നോക്കട്ടോ. ചെമ്പനീർ പൂവിൻ്റെ കഥയിൽ നമ്മുടെ രേവതി എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ചന്ദ്ര തട്ടി കയറുകയാണ്. എന്താണ് ഇത്രയും സമയം എന്നറിയുമെന്ന് ചോദിക്കുമ്പോൾ രേവതി അറിയുക, അമ്മയെ ക്ലോക്കിൽ നോക്കിയപ്പോൾ ഒരേ സമയം അറിയാമെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ എന്നെ കളിയാക്കുക എന്ന് പറയുമ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അമ്മയ്ക്ക് അറിഞ്ഞിട്ടാണ് അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എന്നറിയണേ. ഇപ്പോഴാണ് ഇവിടെ എഴുന്നേറ്റ് വരുന്നത്, എത്ര നേരമായി, ഒരു ചായ കിട്ടാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോഴേക്കും സച്ചി അങ്ങനെ വരിക. സച്ചി വന്നിട്ട് ചോദിക്കുക എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും അവൾ എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞില്ല അവൾക്ക് സുഖമില്ലാഞ്ഞിട്ടാണ് എഴുന്നേക്കാൻ വൈകിയത്. നിങ്ങൾക്ക് എന്തോ ഒരു ചായ എടുത്ത് കുടിക്കാൻ നിങ്ങൾക്ക് വയ്യേ, പിന്നെ നിങ്ങൾക്ക് വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവളുമാരും വന്നൂടെ, അവൾമാർക്കും എന്താ ചായ ഇട്ട് കുടിക്കാൻ പറ്റില്ല, ചായ എടുത്ത് തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊക്കെ സൗന്ദര്യം പോകുന്നുള്ള പേടിയാണല്ലോ. അച്ഛമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറാതെ നടന്നിരുന്നു, പ്രസവിച്ച സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞിട്ട് പ്രസവിക്കാതിരുന്നിരുന്നതൊക്കെ എൻ്റെ അച്ഛമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് 3 എണ്ണത്തിനെ പ്രസവിച്ചിട്ടത് അറിയും. അപ്പോൾ 3 എണ്ണമല്ലല്ലോ, 2 എണ്ണമല്ലേ ഉള്ളൂ, ഒന്നിനെ എന്നെ നിങ്ങൾ എവിടുന്നോ കട എടുത്തതല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. നീ എന്താ രാവിലെ തന്നെ എന്നോട് വഴക്കിന് വരികയാണോ ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ പറയും വഴക്കിനത് ഞാനല്ല, നിങ്ങളല്ലേ, നിങ്ങൾക്ക് അവളെ കാണുമ്പോൾ ഇങ്ങോട്ട് തട്ടിക്കയറാൻ തോന്നുന്നു, നിങ്ങളുടെ ഇതിന് നിൽക്കണം അങ്ങനെ എന്നിട്ട് ഇവൻ ചൂടാവുകയാണ്. എടി മര്യാദയ്ക്ക് ചായ ഉണ്ടാക്കിയിട്ട് എൻ്റെ റൂമിൽ കൊടുന്ന് താന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോൾ പറയും നിനക്ക് വയ്യെങ്കിൽ വേണ്ട, നിനക്ക് എന്താ പറ്റി വയ്ക്കുമ്പോൾ എനിക്ക് എന്താ അറിയുന്നത്, നല്ല ക്ഷീണമുണ്ട്, ഛർദ്ദിക്കാനും വരുന്നുണ്ട് പറയുമ്പോഴേക്കും ഛർദ്ദിക്കാൻ പോവാണ്. എന്താ പറ്റി രേവതി, എന്നാൽ നീ റെസ്റ്റ് എടുക്കുക, റൂമിൽ പോയി കിടക്കുക എന്ന് പറയും. അപ്പോൾ പറയും അതൊന്നും സാരില്ല സച്ചിയേട്ടാ, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, സച്ചിയേട്ടാ ഫ്രഷായിട്ട് വാ, ഞാൻ കഴിക്കാണ്ടാക്കാന്ന് പറയുമ്പോൾ അല്ല രേവതി നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറയും. പറയും ഹോസ്പിറ്റലൊന്നും പോകണ്ട സച്ചിയേട്ടാ, പിന്നെ ഞാൻ എന്താണ് സച്ചിയേട്ടാ ഒന്ന് ഫ്രഷായി വന്നത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ടാക്സി പാർക്കാണ്. ടാക്സി പാർക്കിൽ പിന്നെ എന്താണ് ഇത് നമ്മുടെ വേറൊരു പയ്യനുണ്ടല്ലോ, മഹേഷിൻ്റെ കൂടെയുള്ളൊരു പയ്യൻ, അവൻ കാറ് നിന്ന് തുടയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ഈച്ച ചെന്നിട്ട് പറയും നിനക്ക് ഓട്ടം പോവാനുള്ളത്, എന്നിട്ട് നീയാണോ കാറ് തുടയ്ക്കുന്നത്, ഇങ്ങോട്ട് മാറാ, നിനക്കല്ലേ ഞാനിവിടെ, ഞാൻ തുടയ്ക്കാന്ന് പറയും. അപ്പോൾ അയാൾ പറയും വേണ്ട വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും. അത് പറ്റില്ല, ഇങ്ങോട്ട് ഞാൻ തുടച്ചു തരാമെന്ന് പറയും. അങ്ങനെ കാറൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. തുടച്ചു കൊടുത്തിട്ട് അറിയാം 150 രൂപ 300 രൂപയാണ് ഞാൻ സാധാരണ വാങ്ങുന്നത്, നീ അതുകൊണ്ട് 150 രൂപ തന്നാൽ തീർക്കും. അവൻ പറയും പൈസയും വേണോ, പിന്നെ പൈസ അല്ലാതെ ജീവിക്കണ്ടേ, ഗ്രാമത്തിലെ എന്താണ് പാവത്താനം കൊണ്ടൊന്നും ജീവിച്ച് കടയിൽ പോയ സാധനങ്ങൾ കിട്ടില്ല, കാശ് തന്നെ കൊടുക്കണം, 150 രൂപ താന്ന് പറയുകയാണ്. അങ്ങനെ 150 രൂപ കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് സച്ചിനോടൊന്നും പറയേണ്ട പറയുമ്പോഴേക്കും സച്ചി വരും. സച്ചി വന്നിട്ട് എന്താടാ വയ്ക്കും, അല്ല നിൻ്റെ ഫ്രണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കാറ് തുടച്ചിട്ട് 150 രൂപ മേടിച്ചു പറയും. അപ്പോൾ പറയും ജീവിക്കണ്ടേ സച്ചി, ഇവിടെ നിന്നിട്ട് എത്ര കാലം നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതായി ജീവിക്കുക എന്നൊക്കെ തന്നെ പറയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ സച്ചി അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദിക്കുക എന്താ അത്ര ആലോചിക്കാൻ നിൽക്കും. അല്ലടാ രേവതിക്ക് നല്ല സുഖമല്ല അറിയും. എന്താ സുഖമില്ല, എന്താ ഡോക്ടർക്ക് കൊണ്ടുപോയില്ലേ, ഇല്ല അവൾക്ക് ഇന്നലെ രാത്രി മുതൽ ഛർദ്ദിയുണ്ട്, ഇത്ര എന്തോ ഫുഡിനെന്തോ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഛർദ്ദിച്ചു പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഛർദ്ദിച്ചു ചോദിക്കുമ്പോൾ അമ്മയുടെ കള്ള നീ പറ്റിച്ചല്ലേ എന്ന് പറയും ഈച്ച. പറയും എന്ത് നോക്കി, എടാ നിൻ്റെ ഭാര്യ ഗർഭിണിയാണ് അറിയാം. ഗർഭിണിയോ നോക്കുമ്പോൾ ഗർഭിണിക്ക് കുറേ ഇതുണ്ട്, നിനക്കത് മനസ്സിലായില്ല, നീ എന്താ ഡോക്ടർക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അതൊന്നും പറയില്ല, ഒന്ന് കൺഫേമായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് നീ അവളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്, നീ ഇന്ന് എന്തായാലും ഓടൊന്നും വേണ്ട, കണ്ടി ഓടിക്കൊന്നും വേണ്ട, നീ അങ്ങോട്ട് ചെല്ലേ വീട്ടിൽ നിന്ന്, നീ അവളൊന്ന് ശ്രദ്ധിക്കുക, അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, ചില ഭക്ഷണത്തിനോട് ഒരു വിരക്തി, സാധാരണ കഴിക്കുന്ന ഭക്ഷണം ഇഷ്ടമല്ലാണ്ട് വരും, വേറെ ഭക്ഷണം കഴിക്കാൻ തോന്നും, അങ്ങനെയുള്ള ഭക്ഷണങ്ങളോട് കൊതി തോന്നും, അതുപോലെ ഛർദിൽ വരും, മനം പുരട്ടൽ വരും, ക്ഷീണം വരും, ഇങ്ങനെ ഗർഭത്തിൻ്റേതായ കുറേ സിംറ്റംസ് ഇവന് പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്ക് സച്ചിക്ക്. സച്ചി അത് ശരി അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അറിയാം. അപ്പോൾ നീ ഇന്നിപ്പോൾ പോകണ്ട, നീ അവളെ വാച്ച് ചെയ്തിട്ട് അവിടെ നിൽക്കുക, അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ട് എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാറെടുത്ത് പിന്നെ വീട്ടിൽ പോവുക. വീട്ടിൽ ചെല്ലുമ്പോൾ രേവതി മേശയുടെ മുകളിൽ ഇങ്ങനെ തലയും വെച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പറയും നല്ല ക്ഷീണമുണ്ട് തോന്നുന്നു, അതാവും പാവം ഉറങ്ങുന്നത് പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര താടകം ഇങ്ങോട്ട് ഇറങ്ങി വരും. ചന്ദ്ര വന്നിട്ട് മേശയുടെ മുകളിൽ 4 അടിയാണ്. എന്നിട്ട് അറിയാം നീ ഇത് ഉറങ്ങ്, എന്താ നീ ഇന്നലെ എന്താ ഉറങ്ങാതെ സെക്യൂരിറ്റി പണിക്ക് പോയോ, നീ എന്താടി കിടന്ന് ഉറങ്ങുന്നത് ഇപ്പോൾ ഭക്ഷണമൊന്നും പാകം ചെയ്യാണ്ടേ എന്നറിയാം. അപ്പോൾ സച്ചി അവിടെ നിൽക്കും. അപ്പോൾ സച്ചി ഇടപെടണോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും.
രവി അങ്ങോട്ട് വരികയാണ്, പറയും നീ എന്തിനാണ് ഏത് നേരം നോക്കിയാലും രേവതി മോളെ മെക്കിട്ട് കയറണത്. അപ്പോൾ അവൾ കണ്ടില്ല ഇരുന്ന് ഉറങ്ങുന്നത്, അവൾക്ക് എന്തൊക്കെ പണിയുണ്ട് പറയും. അപ്പോൾ നീ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണല്ലോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ലേ, അവളൊന്ന് കിടന്ന് ഉറങ്ങിയതിനാണോ ഇത്ര വലിയ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും എന്തൊക്കെ പണിയുണ്ട്, അതിന് വയ്യാഞ്ഞിട്ടല്ലേ പിന്നെന്താ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും അത് പിന്നെ അവിടെ കിടന്നോട്ടെ എന്ന് പറയും. അപ്പോൾ പറയുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സച്ചി അങ്ങോട്ട് വരും. സച്ചി പറയും ഇത് അവൾക്കിന്ന് രാവിലെ മുതലേ വയ്യാന്ന് പറഞ്ഞിരുന്നു വെച്ചാന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേക്കും. ഇപ്പോൾ രേവതി ഹോസ്പിറ്റലിൽ പോകാനുള്ള പ്രശ്നമൊന്നുമില്ല വെച്ചാൽ ഒരു ക്ഷീണം പോലെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും രേവതി മോളൊന്ന് റെസ്റ്റ് എടുക്കുക, ഒന്നും ചെയ്യൊന്നും വേണ്ട, സച്ചി നീ ഭക്ഷണമൊക്കെ ഒന്ന് പുറത്തുനിന്ന് മേടിക്കണം, മോളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും. മറക്കണ്ട ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചു പറഞ്ഞിട്ട് അയലാണ്ട് പോകും. അപ്പോൾ സച്ചി പിന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഗർഭിണികളായ പെൺകുട്ടികളൊന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സച്ചി എന്നിട്ട് ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്യും. അപ്പോൾ ക്ഷീണമുണ്ട്, അപ്പോൾ ഒരു കാര്യം ശരിയായി, ഇപ്പോൾ ഭംഗിയുണ്ട്. അപ്പോൾ പറയും എന്താ നോക്കണേ ചോദിക്കണ്ടേ രേവതി. അല്ല നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നോക്കി നിൽക്കണ്ട എന്നിട്ടുണ്ട് അടുക്കളയിൽ പോകും. അതിൽ പിന്നെ ഇവ ഇങ്ങനെ മറിഞ്ഞ് നിന്ന് നോക്കണം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവൾ നോക്കുമ്പോഴും ഇവളെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് സച്ചി. അങ്ങനെ അവരുടെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ, സച്ചിയുടെ കുറേ കാട്ടിക്കൂട്ടലുകളും ഒക്കെയാണ്. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നിട്ട് എന്തത്ര നോക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ നിന്നെ വെറുതെ നോക്കിയതാണ് പറയും. അപ്പോഴേക്കും അവൾക്ക് വീണ്ടും ഛർദ്ദിക്കാൻ വരികയാണ്. അപ്പോൾ വീണ്ടും ഛർദ്ദിക്കാൻ വരില്ല, അവളാണത് തരിപ്പ് കയറുന്നത് ചെയ്യുമ്പോൾ അവൾ വാഷ് ബേസിന് അങ്ങോട്ട് പോകും. അപ്പോൾ പറയാം ഇത് ഗർഭം തന്നെയാണ്, പിന്നെയും ഛർദ്ദിക്കുന്നുണ്ടല്ലോ, ഭക്ഷണം പിന്നെ എന്താണ് പിടിക്കാണ്ട് വരുന്നുണ്ട്, അപ്പോൾ ഇത് ശരി തന്നെയാവും എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ പുറം തടവി കൊടുക്കുക. പറയും എന്താ സച്ചിട്ട് നീ കാണിക്കുക, ഞാൻ ഛർദ്ദിക്കുന്നല്ല, ഞാൻ ചുമച്ചതാണ് എന്ന് പറയും. അപ്പോൾ ഛർദ്ദിച്ചില്ല, നീ എനിക്ക് ഓക്കാനിയൊന്നുമില്ല, സച്ചിട്ടനൊന്ന് പോകുന്നു വേണ്ട, സച്ചിട്ടൻ പോയാട്ടെ ഞാൻ എനിക്കൊരു ജോലികൾ ചെയ്യാണ്ടെന്ന് പറയും. അപ്പോൾ പറയും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിൽക്കണം. അതിന് സച്ചി മോളിക്ക് പോകുന്നുണ്ട്. മോളിക്ക് പോകുമ്പോൾ രേവതി എന്തോ പറഞ്ഞ് മോളിക്ക് കയറുന്നുണ്ട്, സച്ചി താഴെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ രേവതി അമ്മയെ വിളിക്കുകയാണ്. രേവതിയുടെ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോളൊന്ന് പൂ കൊടുക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി. അപ്പോൾ ഇല്ല അമ്മേ, എന്തോ 3-4 വട്ടം ഛർദ്ദിച്ചു, ഇന്നലെ രാത്രിയും 3-4 വട്ടം ഛർദ്ദിച്ചു, ഭയങ്കര ക്ഷീണം, അതാണ് പോയില്ല. അപ്പോൾ പറയും എന്താ മോളെ വിശേഷം ചോദിക്കുമ്പോൾ വിശേഷമൊന്നുമില്ല അമ്മേ, അതെന്തോ ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ്, ഗ്യാസ് കയറിയതല്ലാണ്ട് വിശേഷമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയും അപ്പോൾ സച്ചി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് മോളിൽ നിന്ന്, ഇവൾ കാണുന്നില്ല. അപ്പോൾ പറയും പിന്നെ എന്തായാലും നീ ഒന്ന് ചെക്കപ്പിന് പോകുമെന്ന് പറയുമ്പോൾ ഇല്ലമ്മേ എനിക്കറിയാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ദേവ് എവിടേക്കുമ്പോൾ ദേവ് പോയിരുന്നു, ദേവിൻ്റെ കാര്യം നീ ശ്രദ്ധിക്കണം, ദേവിനൊരു കല്യാണവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അമ്മയും മകളും കൂടെ അതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പറയും വേണം. അപ്പോൾ പറയും സച്ചിയേട്ടനെ പോലെ ഒരാൾ വേണം, സച്ചിയേട്ടൻ നല്ല സ്നേഹമല്ലേ, അതുപോലെ ഒരാൾ വേണം ദേവുവിനെയും, അവളെയും എവിടെയെങ്കിലും ആക്കിയാലേ ഇനി സമാധാനമാവുള്ളൂ. അതേ മോളെ ഇനിയിപ്പോൾ അതും കൂടിയേ ഉള്ളൂ, മനസ്സിലൊരു സമാധാനമില്ല. അപ്പോൾ പറയും നീ സച്ചിനോട് പറഞ്ഞിട്ടുണ്ടോ വയ്ക്കുമ്പോൾ ഇല്ല, സച്ചിയേട്ടനോട് പറയണം, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് സച്ചി കേൾക്കുന്നത്, കാരണം ഇനി പറഞ്ഞിട്ടില്ല അമ്മ. അപ്പോൾ അവളൊരു ചെറിയ താളത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവൻ്റെ വിചാരം ഗർഭത്തിൻ്റെ കാര്യം സച്ചിയോട് പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയും ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും നീ ഒന്ന് പറയും സച്ചിയോടൊന്ന് ആലോചിക്കാൻ, സച്ചിയാകുമ്പോൾ അത് ശരിക്കും അന്വേഷിച്ചിട്ടൊക്കെ കൊണ്ടുവരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഞാൻ അന്വേഷിച്ചോളാം, ഞാൻ പറയാം അമ്മേ, സച്ചിയേട്ടനോട് പറയാം, എന്നിട്ട് നല്ല പയ്യന്മാരുണ്ടെന്ന് നോക്കാൻ പറയാമെന്ന് പറയും. അപ്പോൾ നീ മറക്കും, ഇല്ലമ്മേ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാം സച്ചിയേട്ടനോട് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും സച്ചി ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ സച്ചി എന്നിട്ട് ചോദിക്കും എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയുടെ വിചാരം ഇത് കൺഫേം ചെയ്യണമാവും, അപ്പോൾ ഇത് ഗർഭം തന്നെയാണ് എന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളിത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, കുറേ ഉണ്ട് തോന്നുന്നു, എനിക്ക് നല്ല സുഖം ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക സഹകരണം വേണം.